കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ കാർഷിക രംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വനിതാ കർഷക പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന സുരക്ഷിത മേഖലയാക്കി മാറ്റുമെന്നും സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീക്കിയതായും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. സംഭരിക്കാൻ ഇനി വളരെ പരിമിതമായ നെല്ലുകൾ മാത്രമാണുള്ളത്. PRS ഇഷ്യൂ ചെയ്യുന്നതിലുണ്ടായിരുന്ന കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് പാലക്കാട് ജില്ലയിൽ സഹകരണ സംഘങ്ങളെ ഇതുമായി കണക്ട് ചെയ്തു. അവിടെ പാക്സ് ആയിരുന്നു അവിടുത്തെ സംഭരണത്തിൻ്റെ PRS ഇഷ്യൂ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അവിടെ വെച്ചു ആ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് മൺസൂൺ വരുന്നതിന് മുമ്പ് സമ്പൂർണ്ണമായിട്ടുള്ള സംഭരണം പൂർത്തിയാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എൻ്റെ ഓഫീസിൽ ഓരോ ദിവസത്തെ ഇതിൻ്റെ അപ്ഡേഷൻ നടക്കുകയാണ്. ഇനി സംഭരിക്കാനുള്ളത് വളരെ പരിമിതമായിട്ടുള്ള നെല്ലുകൾ മാത്രമാണ്. 2 PRS ഇഷ്യൂ ചെയ്യുന്നതിലുള്ളതായ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്തു. മുഴുവൻ കർഷകർക്കും PRS ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം PRS ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള വെരിഫിക്കേഷനാണ്. ആ വെരിഫിക്കേഷൻ നടപടികളിലുള്ള കാലതാമസം ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. നെല്ല് സംഭരണം പ്രഥമ ക്യാബിനറ്റ് യോഗത്തിൽ ഞാൻ തന്നെ കൃഷിമന്ത്രി എന്ന രീതിയിൽ ക്യാബിനറ്റ് യോഗത്തിൽ ഈ നെല്ല് സംഭരണത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അവിടെ വെച്ചുകൊണ്ടൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റിയിൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററും സഹകരണ വകുപ്പ് മന്ത്രിയും 2 പേരും ഉണ്ടായിരുന്നു. ശ്രീ അനൂപ് ജേക്കബും ശ്രീ M ലിജുവും. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നു ഉദ്യോഗസ്ഥന്മാരോടൊപ്പം, 3 ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ. ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കനറ ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും എഗ്രിമെന്റ് കാലാവധി മാർച്ച് 31 അവസാനിച്ചു. രണ്ടാമത്തെ പ്രശ്നം, പാലക്കാട് ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സഹകരണ സംഘങ്ങളിലൂടെയുള്ള നെല്ല് സംഭരണം. അതിൽ സഹകരണ സംഘങ്ങൾ മുഴുവൻ ആ മൂവ്മെൻറ്റിലേക്ക് വരാതെ വിഡ്രോ ചെയ്യുന്നതായ സാഹചര്യം. കേരള ബാങ്കിന് പണം കൊടുക്കുന്നതിൽ വന്നതായിരിക്കുന്ന പരിമിതികൾ, അതിന് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി വേണം എന്നുള്ള ഡിമാൻഡ്. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ നിയമപരമായി ഗവൺമെൻറ് കഴിയാത്തതായ സാഹചര്യം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. 2ാം ഘട്ടം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 5 ദിവസം മുമ്പ് നടന്നതായിരിക്കുന്ന യോഗത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരും സിവിൽ സപ്ലൈസ്, അഗ്രികൾച്ചർ, സഹകരണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ 3 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ ഇരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഒന്ന്, കനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കരാർ അത് പുതുക്കി. 2, പാലക്കാട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതായ പാക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നെല്ല് സംഭരണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്, സപ്ലൈകോ മുഖാന്തരമാണ് ഇതിൻ്റെ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മഴയ്ക്ക് മുമ്പ് തന്നെ ബാക്കിയുള്ള നെല്ല് പൂർണ്ണമായും സംഭരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മില്ലുകൾ ആവശ്യപ്പെടുന്ന ഈർപ്പക്കിഴിവ് സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഈ വിഷയം ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും പരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടറാമിന്റെ സാന്നിധ്യം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വിവാദങ്ങളിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. നിലവിളക്ക് വിവാദം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഫാത്തിമ തഹലിയോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രിയോടൊപ്പം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി EK സജിത് തുടങ്ങിയവർ പങ്കെടുത്തു.